മയിൽപ്പീലിക്കാവ്. ഹലോ അമ്മേ. അവൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു. അതെ അമ്മേ, ഞാൻ ഓഫീസിൽ പോയതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അവൾ കളവ് പറയുന്നത് കേട്ടുകൊണ്ട് ശ്രീഹരി അവളെ നോക്കി സെറ്റിയിലിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞു അമ്മേ? അവൾ അവരോട് ചോദിച്ചു. മോളെ, നീ നമ്മുടെ തെക്കുവശത്തെ സർപ്പക്കാവില്ലേ, അങ്ങോട്ടൊന്നും ആ സമയത്ത് പോകരുത്. സർപ്പദോഷം നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട്. അമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ശ്രീഹരി ഇരിക്കുകയാണ്. അത് മതിയമ്മേ, അമ്മ പതിയെ വന്നാൽ മതി. ഒരു തരത്തിൽ അവരോട് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് അവൾ അകത്തേക്ക് പോകുവാൻ തുനിഞ്ഞതും ശ്രീഹരി അവളെ തടഞ്ഞു. അങ്ങനെങ്ങ് പോകാൻ വരട്ടെ, എനിക്ക് ചോദിക്കാനുള്ളത് കൂടി കേട്ടിട്ട് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അവനെ തട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും മുൻപോട്ട് പോകുവാൻ ശ്രമിച്ചതും ആ ബലിഷ്ഠമായ കരങ്ങൾ അവളുടെ കൈത്തണ്ടയിൽ അമർന്നതും പെട്ടെന്നായിരുന്നു. ശരിക്കും മീനാക്ഷി വേദന കൊണ്ട് പൊളഞ്ഞുപോയി. എന്നോട് കള്ളം മാത്രം പറയരുത്. പറയുന്നത് ആരായാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാരായാലും ഞാൻ മാപ്പും തരില്ല. ഈ ശ്രീഹരിയോട് അത് മാത്രം വേണ്ട മീനാക്ഷി. അത് പറയുമ്പോൾ അവൻ്റെ കൈകൾ ഞെരിഞ്ഞു. മീനാക്ഷിക്ക് കൈത്തണ്ട ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയാണ് തോന്നിയത്. അവൻ അണിയിച്ച കുപ്പിവിളകളിൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടി താഴേക്ക് വീണു. അവളുടെ കൈത്തണ്ടയിൽ രക്തം പൊടിഞ്ഞു. വിട്, എൻ്റെ കൈ വേദനിക്കുന്നു. അവൾ അത് പറയുമ്പോൾ ആ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നീ ആരാ? ആരോട് ചോദിച്ചിട്ടാ എൻ്റെ റൂമിൽ കയറിയത്? പറയടി. അവൻ അലറി. മീനാക്ഷി മുഖം താഴ്ത്തി നിന്നതേ ഉള്ളൂ. ചോദിച്ചത് കേട്ടില്ലടി. എന്നെ ഭരിക്കുവാനും എൻ്റെ കാര്യങ്ങൾ ചോദിക്കുവാനുമുള്ള അധികാരം നിനക്കെന്നല്ല ഒരു പെണ്ണിനും ഈ ശ്രീഹരി കൊടുത്തിട്ടില്ല. നീ ഓവർ സ്മാർട്ടായിട്ടും ഞാൻ ക്ഷമിച്ചു നിന്നത്. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. ഞാൻ പൂജാമുറി പോയ തക്കത്തിന് നീ എൻ്റെ റൂമിലേക്ക് കയറിയില്ലേ? നിനക്ക് എന്താ വേണ്ടത്? ക്യാഷാണോ? അതോ നീ എന്ത് മോഷ്ടിക്കുവാനാണ് ഇങ്ങോട്ട് കയറി വന്നത്? പറയടി, എടി പറയാൻ. അവന് കലിക്കയറി. ഞാനൊന്നും എടുക്കാൻ കയറിയതല്ല. അത് പറയുമ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ പിന്നെന്തിനടി? നിനക്കെന്നോടെന്താ പ്രേമമാണോ? ആണെങ്കിൽ അത് നീ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഇങ്ങോട്ടെടുക്കണ്ട. നീ വിചാരിക്കുന്ന ആളല്ല ഈ ശ്രീഹരി. ദേഷ്യം കൊണ്ട് അവൻ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. മീനാക്ഷിയാണെങ്കിൽ കൈ വേദനിച്ചിട്ട് ഇപ്പോൾ വീണു പോകുമെന്ന് ഓർത്തു. അതിലും അവളെ വിഷമിപ്പിച്ചത് അവൻ്റെ ഓരോ വാക്കുകളായിരുന്നു. സാവധാനം അവൻ്റെ പിടുത്തമായിരുന്നു. എങ്കിലും അവൻ പിടിവിട്ടില്ല. നീ എന്നോട് എന്തിന് കള്ളം പറഞ്ഞത്? അമ്മ ഇന്ന് വരുന്നതിനെക്കുറിച്ച് ഒരക്ഷരം പോലും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. തന്നെയുമല്ല, അമ്മ ലച്ചുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. അവൻ്റെ ചോദ്യങ്ങൾ നേരിടാനാവാതെ മീനാക്ഷി തലകുനിച്ചു. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. താൻ ഇന്ന് വരെ ആരോടും ഒരു കാര്യവും ആവശ്യമില്ലാതെ പറയുന്നതല്ല. എന്നാൽ എന്നാൽ ശ്രീയേട്ടനോട് വെറുതെ ഒരു കളവ് പറഞ്ഞു അത് കൈയോടെ പിടിക്കുകയും ചെയ്തു. മീനാക്ഷി ഇപ്പോൾ പൊട്ടിക്കരയുമെന്ന് ശ്രീഹരിക്ക് തോന്നി. അവൻ മെല്ലെ അവളുടെ കൈ പിടിവിച്ചു. മീനാക്ഷി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ശരിക്കും ഈ മനുഷ്യനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവൾക്കത് മാത്രം അറിയില്ല. അല്ല, അങ്ങനല്ല പറയേണ്ടത്. തൻ്റെ മനസ്സയാൾ കണ്ടതാണ്, അറിഞ്ഞതാണ്. എന്നിട്ട് പറഞ്ഞതോ എന്തൊക്കെയാണ് ശ്രീയേട്ടൻ വിളിച്ചു കൂവിയത്? എത്ര നേരം തൻ്റെ മുറിയിലായി ഇരിപ്പിരുന്നുവെന്ന് മീനാക്ഷിക്ക് പോലും അറിയില്ലായിരുന്നു. സഹിക്കാവുന്നതിലും അപ്പുറമാണ് അവിടെ നടന്നതെല്ലാം. ശ്രീഹരി എന്ന പുരുഷനെ താൻ കണ്ടത് ഇവിടെ വന്ന ശേഷമാണ്. ഏതൊരു പെണ്ണിനെയും പോലെ താൻ അറിയാതെ തൻ്റെ മനസ്സും ഇടയ്ക്കെപ്പോഴോ അയാളെ സ്നേഹിച്ചു. അയാളെപ്പറ്റി താൻ അറിഞ്ഞത് സത്യമാണോന്ന് പോലും അറിയില്ല. എന്നിട്ടും എപ്പോഴോ താനും ശ്രീഹരിയുടേതാകാൻ കൊതിച്ചു, മോഹിച്ചു. ഒരുപാട് ഒരുപാട്. ആ, ശ്രീഹരി എന്ന അധ്യായം ഇവിടെ അവസാനിക്കട്ടെ.
ശ്രീഹരി ഒരിക്കൽ പോലും അവളുടെ റൂമിൻ്റെ വാതിൽക്ക് വരുവോ അവളെ വിളിക്കുകയോ ചെയ്തില്ല. അവൾ തൻ്റെ ബാഗ് എടുത്തു. അവളുടേതായ ഡ്രസ്സുകളെല്ലാം കുത്തി നിറച്ചു. സമയം വെളുപ്പിന് 1 മണിയായിരിക്കുന്നു. എന്നാലും പേടിക്കാതെ തന്നെ അവൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. തൻ്റെ അച്ഛനെയും അമ്മയും കാണുവാൻ അവളുടെ മനസ്സ് വെമ്പി. ഇനി അയാൾ തന്നെ തിരിഞ്ഞു പോകണ്ട. തൻ്റെ മനസ്സ് പറയാതെ പോകുന്നത് മനസാക്ഷിയോട് കാണിക്കുന്ന വഞ്ചനയാകും. അവളൊരു വെള്ളപ്പേപ്പർ എടുത്തു. ശ്രീയേട്ട, എന്നോട് ക്ഷമിക്കണം. എല്ലാം എല്ലാം ശ്രീയേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. എൻ്റെ പ്രണയം ആ തീ ആളിക്കത്തി അടങ്ങി ആ ചിത എന്നിൽ തന്നെ അമരട്ടെ. ബുദ്ധിമുട്ടിച്ചതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സോറി. അവൾ ബാഗും എടുത്ത് മുറിയിൽ നിന്നിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങി. വീടിൻ്റെ മുമ്പിൽ വന്നതും ഒരു ഓട്ടോ വരുന്നത് അവൾ കണ്ടു. പിന്നാലെ വേറെയുമുണ്ട്. പെട്ടെന്ന് മീനാക്ഷി കൈ കാണിച്ച് നിർത്തി. ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. അതിലിരിക്കവേ അവൾ പൊട്ടിക്കരഞ്ഞുപോയി. എന്തിനാണ് ഇത്ര സങ്കടം? പക്ഷെ അവൻ്റെ വാക്കുകൾ അത്രമേൽ ഹൃദയത്തെ കീറി മുറിച്ചു. സങ്കടം വന്നിട്ട് നെഞ്ചൊക്കെ വിങ്ങി പൊട്ടിപ്പോകും പോലെ. കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രം അവൾക്ക് കഴിഞ്ഞുള്ളൂ. അങ്ങനെ അവൾ ബസ് സ്റ്റാൻഡിലെത്തി. കോട്ടയത്തിന് ബസ് വരാൻ 1/2 മണിക്കൂർ ടൈം എടുക്കുമെന്ന് അവൾക്കറിയാം. മുറുക്കി ചൂപ്പിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കൻ വന്ന് മീനാക്ഷി അടിമുടി നോക്കി. അവൾ ആ നോട്ടത്തിൽ ചൂളിപ്പോയി. കുറച്ച് ബംഗാളികൾ കൂട്ടം കൂടി നിൽപ്പുണ്ട്. ഫോണിലെ ഏതോ ഫോട്ടോ കണ്ട് അവർ ഉറക്കെ ചിരിക്കുകയാണ്. അവളെ നോക്കി എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. മീനാക്ഷിക്ക് ചങ്ക് പടപടാന്നിടിച്ചു. ഈശ്വര, ആരെങ്കിലും സ്ത്രീകൾ ഇവിടെയെങ്കിലും ഉണ്ടോ എന്നവൾ ആദ്യം നോക്കി. കുറച്ചു മാറിയൊരു അമ്മയും അവളും ഇരിപ്പുണ്ട്. അവരുടെ അടുത്തേക്ക് പോകാൻ അവൾ കരുതി. അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു ഒരു കൈ വന്ന് അവളുടെ തോളിൽ പിടിച്ചത്. മീനാക്ഷി ഞെട്ടിത്തിരിഞ്ഞു. ശ്രീഹരിയായിരുന്നു അത്. കൂടെ ആ ഓട്ടോ ഡ്രൈവറുമുണ്ട്. എൻ്റെ മോളെ, നിന്നെപ്പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചിനെ ഈ നട്ടപ്പാതിരിക്ക് ആരെങ്കിലും വെറുതെ വിടുവോ? എനിക്കപ്പോഴേ സംശയം തോന്നിയതാ. ഓട്ടോയിലിരുന്ന് മിങ്ങി പൊട്ടുന്നതും കണ്ടു. ഭാര്യയും ഭർത്താവുമായ ഇണങ്ങും പിണങ്ങും എന്ന് കരുതി ഇങ്ങനെ ചാടി പുറപ്പെടരുത്, അതും ഈ അസമയത്ത്. പോട്ടെ സാറേ എന്ന് പറഞ്ഞ അയാൾ ശ്രീഹരിയോട് യാത്ര പറഞ്ഞു പോയി. വന്ന് വണ്ടി കയറി. മീനാക്ഷിയുടെ മറുപടി കാക്കാതെ ശ്രീഹരി നടന്നു. പിന്നാലെ അവളും പോയി. വീടെത്തും വരെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചില്ല. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ശ്രീഹരി മീനാക്ഷിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവൻ നേരത്തെ പിടിച്ച പാട് കൈത്തണ്ടയിൽ കരുനീലിച്ച് കിടന്നിരുന്നു. അവൾക്ക് വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശ്രീഹരി അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി. എന്നിട്ട് മെല്ലെ അവളുടെ ഇരു തോളിലും പിടിച്ചു. അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. റോസാദളം പോലുള്ള അവളുടെ അതരങ്ങൾ വിറുകൊണ്ടു. കവളണകൾ രണ്ടിലും കണ്ണുനീരിൻ്റെ നനം ഉണങ്ങിയ പാടായിരുന്നു. അവൻ്റെ ചൂട് നിശ്വാസം തട്ടിയതുകൊണ്ടാവാം ആ മിഴികൾ കൂമ്പിയിരുന്നു. മീനാക്ഷി, അവൻ മെല്ലെ വിളിച്ചു. ഇവിടെ നോക്ക്. അവൻ പറഞ്ഞെങ്കിലും അവൾ നോക്കിയില്ല. മീനാക്ഷി, എടോ. അവൻ വീണ്ടും വിളിച്ചു. പക്ഷെ അവൾ മുഖം ഉയർത്തിയില്ല. ഇയാൾ നല്ലൊരു പെൺകുട്ടിയാണ്. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത് തന്നെപ്പോലൊരു പെണ്ണിനെ ജീവിതസഖിയാക്കുവാനാണ്. പനിനീർ പൂവിൻ്റെ നൈർമല്യം പോലെ പരിശുദ്ധിയായ ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. കൂടാതെ നല്ലൊരു ജോലിയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഒറ്റമകൾ. അതുകൊണ്ട് ഇയാൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യൻ വരും. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതിയാൽ മതി. എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കണം. താമസിയാതെ ഇയാൾക്ക് എല്ലാം മനസ്സിലാക്കും. കൂടുതലൊന്നും പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല. നല്ല കുട്ടിയായി പോയി കിടക്ക്. നടന്നതൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കേട്ടല്ലോ? അവൻ അവളുടെ കവളിൽ തട്ടി. പെട്ടെന്ന് അവൾ അവൻ്റെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കണം ശ്രീയേട്ട. അറിഞ്ഞുകൊണ്ടല്ല ഞാൻ കളവ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ആരോടും അങ്ങനൊന്നും പറയാറില്ല. അങ്ങനെ ഒരു ചീത്തപ്പെണ്ണല്ല ഞാൻ. പക്ഷെ എനിക്ക് എന്നോട്
അവളുടെ ചുടുകണ്ണീർ അവൻ്റെ കാൽപാദത്തിൽ പതിഞ്ഞു. പൊള്ളലേറ്റതുപോലെ അവൻ പിടഞ്ഞുപോയി. എഴുന്നേക്കും മീനാക്ഷി, ഇതെന്തൊക്കെയായി കാണിക്കുന്നേ? അവൻ അവളുടെ തോളി തട്ടിയപ്പോൾ അവൾ എണീറ്റു. കരയാതെ മീനാക്ഷി. അപ്പോഴേക്കും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് അവനെ ഇറുക്കെ പുണർന്നുകൊണ്ട് കുറേ നേരം കരഞ്ഞു. മീനാക്ഷി, കരയാതെ പ്ലീസ്. ശ്രീഹരി അവളുടെ തോളിത്തട്ടി സമാധാനിപ്പിച്ചു. പക്ഷെ അവളുടെ കരച്ചിൽ പിന്നെയും കൂടി വന്നത് മാത്രം. തൻ്റെ സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിലേക്ക് ഇറക്കി വെച്ച ശേഷമായിരുന്നു അവൾ മുഖം ഉയർത്തിയത്. ചെല്ല്, പോയി കിടക്കാൻ നോക്കാം, നേരെ ഒരുപാടായി. അവൻ അവളുടെ തോളിത്തട്ടി വീണ്ടും പറഞ്ഞു. ഒരക്ഷരം പോലും പറയാതെ അവൾ അകന്നു മാറി. എന്നിട്ട് മുറിയിലേക്ക് പോയി. അവൾ വെള്ള പേപ്പറിൽ എഴുതിയ വാചകങ്ങൾ ഒരിക്കൽ കൂടി അവൻ വായിച്ചു നോക്കി. എൻ്റെ പ്രണയം. ആ ഒരു വരി വായിക്കും തോറും ശ്രീഹരിക്ക് ഹൃദയം മലമുറയിടുകയാണ്. പാവം പെൺകുട്ടി, ഒരുപാട് പാവാണവൾ. അത്രമേൽ താൻ സങ്കടപ്പെടുത്തി, വഴക്കു പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ഇന്നവൾ ഇവിടം വിട്ടു പോയതുപോലും. അവന് കണ്ണു നിറഞ്ഞു വന്നു. അതിനുശേഷം ശ്രീഹരി അലമാര തുറന്നു. ഒരു വിവാഹ ഫോട്ടോ ആയിരുന്നു അത്. വരൻ്റെ സ്ഥാനത്ത് ശ്രീഹരിയായിരുന്നു. വധു അതിലേക്ക് ഉറ്റുനോക്കി നിന്നു. എന്നിട്ട് അത്യധികം കോപത്തോടെ അവൻ അത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.